MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഈസ്റ്റ് ബംഗാൾ FC ഇന്റർ കാശിയിൽ നിന്നും എഡ്മണ്ടിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ അടുത്ത സീസൺ മുതൽ എഡ്മണ്ട് ഈസ്റ്റ് ബംഗാളിന്റെ ജേഴ്സിയിൽ കളിക്കും. ഇത് ഈസ്റ്റ് ബംഗാൾ FCയുടെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എഡ്മണ്ടിനെ സൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ താരത്തിന് ഒരു സ്ട്രൈക്കറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഒരു റൈറ്റ് വിങ്ങറായിട്ടും ഈ താരത്തെ കളിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ FC ഈ താരത്തെ സൈൻ ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർ കാശിക്ക് വേണ്ടിയായിരുന്നു ഈ താരം കളിച്ചിരുന്നത്. അവിടെ 19 കളിയിൽ നിന്നും 5 ഗോളും 6 അസിസ്റ്റും ഈ താരത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ഗോൾ കോൺട്രിബ്യൂഷൻ 11 ആണ്. ഇത് ഒരു മികച്ച സംഖ്യ തന്നെയാണ്. ഈ താരത്തിന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് ഇന്ത്യൻ ആരോസിൽ നിന്ന് ആയിരുന്നു. അവിടുന്ന് പിന്നെ ബംഗളൂരു FC, ഈസ്റ്റ് ബംഗാൾ FC, ഇന്റർ കാശി ഈ ടീമുകളിൽ നിന്ന് ആയിരുന്നു ഈ താരത്തിന്റെ സീനിയർ കരിയർ ആരംഭിച്ചിരുന്നത്. ഇനി മുതൽ അടുത്ത സീസൺ, അതായത് 2025-26 ISL സീസൺ മുതൽ ഈ താരം ഈസ്റ്റ് ബംഗാൾ FCയുടെ ജേഴ്സിയിൽ കളിക്കും. അതുപോലെ തന്നെ ഈ താരത്തിന് അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാൾ FCക്ക് വേണ്ടി ISLൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ താരത്തെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിലും ചില ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് ആണ് ഈസ്റ്റ് ബംഗാൾ FC ഈ താരത്തെ സൈൻ ചെയ്തത്. അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വെറും വാക്ക് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് ഒന്നും അറിയില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.